എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഏറെ പോഷകപ്രദവും രുചിപ്രദവുമായ ഒരു അടിപൊളി അവലോസ് പൊടി ഉണ്ടാക്കാം. അതിനായി നമ്മളിവിടെ ഒരു പാക്കറ്റ് അമൃതം പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു തേങ്ങയുടെ പകുതി ചിരകിയതും കൂടി നമുക്ക് അതിലേക്ക് ചേർത്തൊന്ന് വറുത്തെടുക്കാം. ഒരു ഇതൊന്ന് മൂത്ത് വന്ന് തേങ്ങയുടെ പാലൊക്കെ ഒന്ന് പറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സ്പൂണ് ചെറിയ ജീരകം കൂടി ചേർക്കണം. ജീരകത്തിൻ്റെ ചുവ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ്. തേങ്ങയും പൊടിയും കൂടെ ഒന്നിച്ച് നമുക്ക് വറുത്തെടുത്താൽ തേങ്ങ മൂക്കത്തില്ല. പൊടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞും പോവും. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് നമുക്ക് അര സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ശുദ്ധമായ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ നമ്മൾ ചേർത്താൽ മതി. അല്ലെങ്കിൽ വാങ്ങിക്കുന്ന പൊടി നമുക്കിതിന് ചേർത്തിട്ട് കാര്യമില്ല. വീട്ടിൽ നമ്മൾ പൊടിപ്പിച്ച പൊടിയാണ് ഇതിന് ഏറ്റവും നല്ലത്. തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. തേങ്ങ മാറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് അമൃതം പൊടി കൂടി ഒന്ന് വറുത്തെടുക്കാനുണ്ട്. നമ്മുടെ പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അടിക്ക് പിടിക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ പൊടി തീരെ നൈസായ പൊടി ആയതുകൊണ്ടും ഇതിനകത്ത് ഷുഗറും ഒക്കെ ചേർന്നതുകൊണ്ടും പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നമ്മുടെ പൊടി ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി മിക്സ് ചെയ്യാം. തേങ്ങയും പൊടിയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് തണുത്ത് വരാൻ. പൊടി നന്നായിട്ട് തണുത്ത് വന്നിട്ട് വേണം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ. കുട്ടികൾക്ക് അംഗനവാടിയിൽ നിന്നുമൊക്കെ കിട്ടുന്ന പൊടിയാണല്ലോ ഈ അമൃതം പൊടി. ഇത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുകയില്ല. നമ്മുടെ പൊടി ചൂടൊക്കെ മാറി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ലേശം ഉപ്പൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഈ പൊടി കൊണ്ട് സാധാരണയായി നമ്മൾ കുറുക്ക് അല്ലെങ്കിൽ പുട്ടുണ്ടാക്കി കൊടുക്കുക, അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെ സ്ഥിരമായിട്ട് കഴിക്കുമ്പം കുട്ടികൾക്ക് മടുപ്പാവും. നമുക്കിതൊന്ന് വേറെ വെറൈറ്റി സ്വാദിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. തണുത്ത് വന്ന പൊടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഈ പൊടി ഇങ്ങനെ അവലോസ് പൊടിയാക്കി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഏറെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമാണ്. നെയ്യൊക്കെ ചേർത്ത് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള തേങ്ങയും ആ ജീരകത്തിൻ്റെ ചുവയും ആ ഉപ്പും ഒക്കെ ചേർന്ന് കഴിയുമ്പം ഏറെ ടേസ്റ്റിയാണ്. പിന്നെ നമുക്കിതിനകത്ത് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ പൊടിക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ പഞ്ചസാരയൊന്നും ഇതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ പൊടി കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അമൃതം പൊടി കിട്ടുന്നവരും വീട്ടിലുള്ളവരും ഒക്കെ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടാത്ത പൊടി ആയതുകൊണ്ട് എല്ലാവർക്കും ഒന്നും ഇത് എപ്പോഴും കിട്ടത്തില്ല. അംഗൻവാടിയിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് സാധാരണയായി കിട്ടാറുള്ളൂ. നമ്മുടെ ഈ ചാനൽ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.